ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് മുട്ടക്കറിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി എന്ന് പറയുന്നത്. അതായത് കുറച്ച് മസാലകളൊക്കെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ്. അതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ രുചിയും വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പലരും ഇങ്ങനെ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രേവിക്ക് ആ ഒരു കൊഴുപ്പുണ്ടാവാറില്ല. പക്ഷെ ഈ ഒരു രീതിക്ക് നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള മുട്ട റോസ്റ്റ് ആയിരിക്കും, മുട്ടക്കറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. കാരണം ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന റെസിപ്പിയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. മസാല കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ നിറയെ പെരിഞ്ജീരകം കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഇതുപോലെ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് വറ്റൽമുളകും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല കളറുള്ള വറ്റൽമുളകാണ് കേട്ടോ. എരിവ് കുറവും കളറുള്ള വറ്റൽമുളകുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ഈ ഒരു സമയം ചേർക്കേണ്ട, പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ഏലക്കായും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. സാധാരണ എടുക്കുന്നതിൽ ഒരല്പം കൂടി കൂടുതൽ ഇലകൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കാരണം നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ മുട്ടക്കറി വെക്കുന്നതിൽ നിന്നും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടക്കറി കിട്ടുന്നത്. ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും കഴിച്ചവർക്ക് അവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ഒരു മുട്ടക്കറി കൂടി ആയിരിക്കും കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. കറിവേപ്പില എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മസാല എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ, നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന സവാള നല്ലതുപോലെ മാക്സിമം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണം. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴണ്ട് കിട്ടിക്കോളും. ഫ്ലെയിം ഈ സമയത്ത് എല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ചെറിയ രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് ലൈറ്റായിട്ടൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കളറ് മാറുന്നത് വരെയും, അതായത് നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുത്തേക്കണം. പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടിക്കോളും. സവാള എല്ലാം നന്നായിട്ട് നിന്ന് വഴറ്റി കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കത്തി വെച്ചിട്ട് നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ആ ഒരു പേസ്റ്റ് കൂടി മീഡിയം സൈസിൽ 2 തക്കാളിയാണ്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1.5 തക്കാളി മതിയാവും. ഒരുപാട് പുളി നമുക്കിതിലേക്ക് ആവശ്യമില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാൻ. തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്.
തക്കാളിയും സവാളയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ ഈ സവാള നല്ല ഗോൾഡൻ കളറിലൊന്നും ആയി കിട്ടില്ല. അതിന് ഒരുപാട് സമയം എടുക്കും. അതായത് രണ്ടും കൂടി അങ്ങ് മൊരിഞ്ഞു പോകും. അത്രയും സമയം എടുക്കും. അതിൻ്റെ പേരിൽ ആദ്യം സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല കൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് പിന്നീട് ഒരുപാട് സമയം ഇടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മസാലയെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. ഒരു 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കരുത്. കാരണം വെള്ളം എല്ലാം വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ മുട്ടയും 2 പീസാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഓരോ മുട്ടയും ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. മുട്ടയൊക്കെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇളക്കാൻ വേണ്ടി നിൽക്കണ്ട. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ചെറിയ രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ ആ മഞ്ഞയും വെള്ളയും എല്ലാം സെപ്പറേറ്റ് ആയി പോകും. അതിൻ്റെ പേരിലാണ്. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. മീഡിയത്തിൽ വെച്ചിരുന്നിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ശരി, കുറച്ച് സമയം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായിട്ട് നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവിക്കാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ലാസ്റ്റിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ടേസ്റ്റ് ഇങ്ങനെ എടുത്തു കൊടുക്കും കേട്ടോ. നല്ല എൻഹാൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരേ ഒരു പച്ചമുളക് മതിയാവും. കാരണം നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും വറ്റൽമുളക് ചേർത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ പച്ചമുളക് ലാസ്റ്റിൽ മാത്രം ഒന്ന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടിയാണ്. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു എഗ് പെപ്പർ മസാലയാണ്. നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാലും മറക്കാതെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.